മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വാതിക്കാണെങ്കിൽ കണ്ണൻ ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് കമലേശ്വരം തറവാട്ടിലേക്ക് വന്നത്. എന്നാൽ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും നടക്കാൻ തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മതി വിവാഹം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു തീരുമാനം പറഞ്ഞു തുടങ്ങിയെങ്കിലും അതധികം ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. സീമന്തിനി അമ്മായി ആയാലും ദുർഗയായാലും കരുണയായാലും അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്നാൽ കണ്ണൻ ഇപ്പോഴും പറയുന്നു, തോമസ് സാർ തനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, താൻ ഒരിക്കൽ എണീറ്റ് നടക്കും, അതുകൊണ്ട് അധികം താമസിക്കാതെ അങ്ങനെ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മഹാലക്ഷ്മി ഒഴിവാക്കി സ്വാതിയെ വിവാഹം കഴിക്കാൻ വാമദേവൻ അമ്മാവൻ പറയുമ്പോൾ അതിന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തോളാൻ മൗനസമ്മതമായിട്ട് പറഞ്ഞിട്ട് പോകുന്നു. എന്നിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും സ്വാതിയെ കമലേശ്വരത്തു നിന്ന് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ നോക്കുന്നു. കാരണം ഇനി അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതത്ര ശരിയാകില്ല എന്ന് കണ്ണന് തോന്നി തുടങ്ങിയിരിക്കുന്നു. മഹിയെ ഒഴിവാക്കി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ആ ഒരു നടപടി എന്തായാലും വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് തോമസ് വൈദ്യരെ വിളിച്ച് കണ്ണനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതും പ്രകാരം സ്വാതിയും സീമന്തിനിയും കൂടെ കണ്ണൻ ഇനി എണീറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ട് വരുന്ന സമയത്ത് കണ്ണനെ ഒന്ന് ആത്മവിശ്വാസം പകർത്താൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് എണീറ്റ് നടക്കാനാകുമെന്ന്. കാൽവിരലുകൾ ചലിച്ചെങ്കിലും ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ല, നട്ടലിനാണ് ക്ഷതമുണ്ടായത്, അതുകൊണ്ട് ഒന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞു എന്നല്ലാതെ കണ്ണൻ എണീറ്റ് നടക്കാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അന്നേരം സ്വാതിയാണെങ്കിൽ തീർത്തും ഒരു തീരുമാനം എടുക്കുന്നു. എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം അങ്ങനെ ഒഴിവാക്കി നശിപ്പിച്ച് കളയാൻ തനിക്ക് താല്പര്യമില്ല, ഞാൻ ഇന്ന് തന്നെ കമലേശ്വരത്ത് നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന്. അങ്ങനെ പ്രതാപനെയും മുത്തശ്ശിയും കയറി കാണുമ്പം സീമന്തിനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പെങ്കൊച്ച് ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിന് മുമ്പേ തോമസ് സാറിനോട് വിളിച്ച് പറയായിരുന്നു കണ്ണൻ എണീറ്റ് നടക്കുമെന്ന് മാത്രം, ഞങ്ങൾ വന്നാൽ പറഞ്ഞാൽ മതിയെന്ന്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് സീമന്തിനെയും സ്വാതി അങ്ങ് പോകുന്ന സമയത്ത് അവളെ പോലെ ഒരുത്തി കമലേശ്വരത്തേക്ക് വരാഞ്ഞ നന്നായി. ആ പെണ്ണിൻ്റെ തൻ്റെ ഇടം കണ്ടില്ലേ, മുമ്പൊരിക്കൽ മഹാലക്ഷ്മി കരുണയെ നോക്കാനായിട്ട് കമലേശ്വരത്തേക്ക് വിവാഹം കഴിച്ച് പറഞ്ഞു പിടിയിച്ചിട്ട് എന്തായി, ഒടുക്കം അവൾ അവിടുത്തെ രാജകുമാരി, നമ്മളുടെ മകൾ വെറും ജോലിക്കാരിയായില്ലേ, അതുപോലെ അവസ്ഥയാവും. അതുകൊണ്ട് കണ്ണൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെൺകുട്ടി വരാതിരിക്കുന്നതായിരിക്കും നമ്മുടെ മകളുടെ സുരക്ഷിതമായിട്ടുള്ള ഭാവിക്ക് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. തിരികെ വീട്ടിൽ വന്ന് വാമദേവനോട് പറയുമ്പം എന്തായാലും വല്ലാത്തൊരു ചതിയായിപ്പോയി, ഇനി എന്തായാലും അവളുടെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം കരുണയാണെങ്കിൽ ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും മുതലാക്കാൻ നോക്കുന്നുണ്ട്. പറ്റിയ അവസരം കണ്ണനെ മഹാലക്ഷ്മിയിൽ നിന്നും പൂർണ്ണമായിട്ടും അകറ്റി മനസ്സിൽ വിഷം നിറപ്പിച്ചതിന് ശേഷം മഹാലക്ഷ്മിയെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് തന്നെ തീർപ്പാക്കാൻ നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഹി എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ മാർക്കോ ചിലപ്പോൾ കണ്ണനെ ഉപദ്രവിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ മഹാലക്ഷ്മി കൊന്നതിൻ്റെ പേര് ജയിലിൽ കിടന്നാലോ രണ്ടായാലും നമുക്ക് തന്നെയാണ് നേട്ടം എന്നൊക്കെ തീരുമാനം എടുക്കുന്നുണ്ട്. കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മഹി വിലക്കിയത് കാരണം ഇപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. പകരം കണ്ണൻ്റെ അധികാരം ഉണ്ണി കൈയടക്കാൻ വേണ്ടിയിട്ട് എരിപിരി വെച്ച് കൊടുക്കുന്നുണ്ട് കരുണ. അതും പ്രകാരം ഓഫീസിലേക്ക് ചെല്ലുന്ന ഉണ്ണിയെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻ്റെ ക്യാബിനിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഉണ്ണിക്കാണെങ്കിൽ കലി സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കി വിട്ട് സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ട് കണ്ണേട്ട ഒഴിവാക്കി വിട്ടിട്ടും പകുതി സ്വത്ത് എഴുതി കൊടുത്തതിൻ്റെ പേര് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് മാത്രമല്ല തൻ്റെ ജോലി വരെ എടുത്തു കളഞ്ഞ് മഞ്ജുവിന് അധികാരങ്ങൾ കൈയടക്കാൻ കൊടുക്കുകയും ചെയ്തു. ഒന്നും അറിയാത്ത മഞ്ജുവും മഹാലക്ഷ്മിയും കൂടിയാണ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇനി അത് അനുവദിച്ചു കഴിഞ്ഞാൽ തനിക്ക് പണം കൈയിട്ട് വരാൻ പറ്റില്ലെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ഉണ്ണിയാണെങ്കിൽ മഹിയോട് എടുത്തു ചാടി പറയുന്നുണ്ട്, നിങ്ങളോട് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അദ്ദേഹത്തെ ചതിച്ചതിന് ശേഷം അയാളുടെ സ്വത്തുവകകൾ അനുഭവിക്കുന്നതിന് നിങ്ങൾക്ക് നാണമില്ലേ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറയുന്ന സമയത്ത് ഉണ്ണിയോട് മഹി ചോദിക്കുന്നുണ്ട്, എന്നോട് അങ്ങനെയൊക്കെ പറയാൻ നിനക്കെന്ത് അധികാരം, നീയാണോ ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ അവകാശി, അവകാശപ്പെട്ടവർക്കൊരു പരാതിയില്ലല്ലോ, അങ്ങനെ വല്ല പരാതി ഉണ്ടെങ്കിലും അയാൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ കേൾക്കുള്ളൂ, അല്ലാതെ ഈ സ്വത്തുവകകളിലെല്ലാം എനിക്കും അവകാശമുണ്ട്, അതുകൊണ്ട് ആര് വിചാരിച്ചാലും എന്നെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് ഇറക്കാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ പേരിൽ ഓഫീസിലെ സ്റ്റാഫും ഉണ്ണിയുമായിട്ടൊക്കെ നല്ല തർക്കം ഉണ്ടാകുന്നു. മഹിക്കാണെങ്കിൽ ഓഫീസിൽ അധികാരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾ പോലും മഹിയോട് കൂടെയാണ് നിന്നത്. മാത്രമല്ല മഹി നടന്ന കാര്യങ്ങളെല്ലാം കണ്ണേട്ടനെയും അതുപോലെ അനന്തുവിനെയും വിളിച്ചു പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഒരിക്കലും മഹിക്ക് വേണ്ടിയിട്ട് ഉണ്ണിയോട് തർക്കുത്തരം പറയാൻ പറ്റില്ലല്ലോ. ഓഫീസിലേക്ക് വരുന്ന കണ്ണനെ കെട്ടിപ്പിടിച്ച്
നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മഹിയാണെങ്കിൽ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ കണ്ണന് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അനന്തുവിനെയും കൊണ്ട് ഉണ്ണിയോട് പറയിക്കുന്നുണ്ട്. കണ്ണനും, നിന്നോട് ആര് പറഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് പോയത്? നിനക്ക് എന്ത് അധികാരമുണ്ട്? കണ്ണൻ്റെ സ്വത്തുവകകൾ ഇപ്പം മഹിക്ക് അവകാശപ്പെട്ടതാ. നിയമപരമായി പോയി കഴിഞ്ഞാൽ നീയും നിൻ്റെ അമ്മയും സഹോദരങ്ങളും എല്ലാം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. പിന്നെ ഞങ്ങളെക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുത്. മഹി തരുന്ന ദാനമാണ് ആ ജോലിയും അതുപോലെ കമലേശ്വരം തറവാട്ടിൽ താമസിക്കാനുള്ള ഒരു അധികാരവും. അത് മറക്കണ്ടെന്ന് പറഞ്ഞ് അനന്തു നന്നായിട്ട് താക്കീത് ചെയ്യുന്നുണ്ട് ഉണ്ണിയെ. അതും കൂടി ആയപ്പോഴത്തേക്കും ഉണ്ണിക്ക് സഹിക്കുന്നതിനും അപ്പുറം കലിയാകുന്നുണ്ട്. കരുണ പറഞ്ഞതുപോലെ അവസരം കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും മഹിയുടെ ജീവൻ ഇല്ലാതാക്കണമെന്നുള്ള തീരുമാനം ഉണ്ണിയുടെ മനസ്സിലും ശക്തമാകുന്നു. അങ്ങനെ കണ്ണനും നമ്മുടെ അനന്തവും കൂടി ഉണ്ണിയെ പാഠം പഠിപ്പിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിന് സപ്പോർട്ട് നിൽക്കുവാണ് നമ്മുടെ മഞ്ജുവും സാഗറും മാർക്കോയും എല്ലാവരും. എന്നാൽ സ്വാതി ഒഴിഞ്ഞു പോയതിൻ്റെ സന്തോഷം ആഘോഷിക്കാൻ വന്ന കണ്ണന് ഉണ്ണിക്ക് കിട്ടിയ കൊട്ട് അതിലേറെ സന്തോഷം കൊടുക്കുമ്പോൾ ഈ വാർത്തയും കൂടി അറിഞ്ഞ് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ ഇനി എന്ത് തീരുമാനം എടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അധികം താമസിക്കാതെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ മേഘനെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പം മേഘൻ എന്തായാലും തോമസ് വൈദ്യരുടെ ചികിത്സയിൽ റിക്കവറായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒളിച്ചുകളിയെല്ലാം അവസാനിക്കാൻ പോകുവാണെന്ന് തോന്നുന്നു.